അല്ല നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? എനിക്കൊരു അച്ഛനുണ്ട്. അച്ഛൻ കുടിൽ വ്യവസായത്തിന്റെ ലോൺ എടുക്കാൻ വേണ്ടിട്ട് ബാങ്കിൽ അപേക്ഷിച്ച പിടിച്ച് ജയിലിലിട്ട്. എന്തൊരു രാജ്യക്കാരാണോ നിങ്ങള്? ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടിൽ വ്യവസായത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തതിന് പിടിച്ച് ജയിലിലാണ് വരണ്ടേ? ആട്ടെ, എന്തായിരുന്നു വ്യവസായം? ബോംബ് നിർമ്മാണം. അതിനൊക്കെ എന്റെ ഭാര്യ, എനിക്കുണ്ടല്ലോ ഒരു ശല്യവും ഇല്ല, ഒരു ശല്യവും. കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ നിനക്കങ്ങടെ ശല്യമാണ്. അയ്യോ സാറേ, വീട്ടിൽ മൊത്തം കഷ്ടപ്പാടും ദാരിദ്ര്യ സാറേ. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന എന്നോട് സാറ് ബൈ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും സാറേ? കിണേ ബൈ ബൈ എന്നല്ല പറഞ്ഞേ. പിന്നെ എന്തേലും ഒരു കാര്യത്തിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കാണത് ബൈ ദ ബൈ. അങ്ങനെയായിരുന്നു. നിനക്കറിയാൻ വയ്യാത്തോണ്ടാ. ഞാൻ ഇംഗ്ലീഷിലൊക്കെ ഭയങ്കര മോളിലാണ്. ഹിന്ദിയിൽ എന്നെ പിടിച്ചാ കിട്ടില്ല, ഞാൻ അതിലും മോളിലാണ്. ഉറുദുവിലോ ഞാൻ മുകളിന്റെ മുകളിലാണ്. എല്ലാത്തിലും മുകളിൽ മാത്രമേ ഉള്ളല്ലേ, അടിയിലൊന്നും ഇല്ലല്ലോ. ഈ റെസ്റ്റോറന്റ് എങ്ങനെ കൊള്ളില്ല സാർ. ക്വാളിറ്റി ഉള്ള നല്ല ഫുഡാണ് സാർ. ഓക്കെ 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 സാറിന് എന്ത് വേണം? എന്ത് തരും? മെനു തരാം. മനുവിനെ തിന്നാൻ ഞാൻ തരുമൂജിയല്ല. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോമഡി. സാർ 3850. എന്റെ പൊന്നു സുഹൃത്തെ, റൂമിന്റെ ബില്ല് ഞാൻ വെക്കേറ്റ് ചെയ്യുമ്പോ കൊടുത്തോളാം. താനിപ്പോ ആ ഫുഡിന്റെ ബില്ല് പറ. സാർ ഫുഡിന്റെ ബില്ലാണത്. റൂമിന്റെ ബില്ല് 10000 രൂപ. അത്രേ ഉള്ളൂ. ഇതുപോലെയാടാ നമ്മുടെ ബാബുവിന്റെ ഭാര്യ രമണി. പാവത്തിനുടുക്ക ഒരു പീസ് തുണി മാത്രമേ ഉള്ളൂ. വീട്ടിലാണ് AC ഇല്ല, എന്നും മേത്ത് വെള്ളം കോരി ഒഴിക്കും. പാവത്തെ ഞാനാടാ എന്നും പോയി സമാധാനിപ്പിക്കുന്നത്. മുതലാളി ഈ കാണിക്കുന്ന നന്മ പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടുകാർ കുളിസീൻ എന്നാണ് പറയുന്നത്. എടാ, അവളെന്തിനാണോ നിന്നെ ഇങ്ങനെ തെറി വിളിക്കുന്നത്? ചേട്ടാ കേക്കണം, അതിന് നീ പറയണം. ഞാൻ പറയാം. ഞാൻ അവളെ ഒരു ദിവസം ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സെറ്റ് ചോക്ലേറ്റും കുറെ റോസാപ്പൂക്കളും വാങ്ങിച്ചു കൊടുത്തു. അന്നാണ് അവൾ എന്നെ ആദ്യമായിട്ട് തെറി വിളിച്ചത്. എന്തൊരു കാമുകയാടാ നീ! അവക്ക് റോസാപ്പൂവും ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്തതിന് തെറിയാണോ വിളിക്കണ്ടേ? നീ എന്നാണ് അവക്ക് അത് വാങ്ങിച്ചു കൊടുത്ത്? അവിടെ അച്ഛൻ മരിച്ചതിന്റെ അന്ന്. ആര് പറഞ്ഞെനിക്ക് ഹൃദയമില്ലാന്ന്? ഞാൻ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. അവളുടെ പേര് 2000 രൂപ കൊടുത്താ ഞാൻ ഇവിടെ ടാറ്റു അടിച്ച്. എന്നിട്ട് അവളെന്നെ തേച്ചിട്ട് പോയി. എന്നിട്ട് തന്നെ ഈ കോപ്പി നീ വായിക്കണമെങ്കിൽ 15000 രൂപയാണ്. അതിനാ ഞാൻ ഈ പമ്പിൽ വന്നേക്കുന്നത്. ഈയിടെ ഒരു പെണ്ണ് പോയ 1000 പെണ്ണ് വരും ഇയാളെ സ്നേഹിക്കാൻ. 1000 പെണ്ണിന്റെ സ്നേഹവാ. താളിയോല ഗ്രന്ഥവും. നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്, എന്റെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളത്? ഈ സർക്കസ് ഉരുളക്കിഴങ്ങേറി പരിപ്പേറി നിരോധിക്കണം. എന്തിന്? 3 പേര് ആ കക്കൂത്തിനകത്ത് കയറി കഴിഞ്ഞാൽ വെളിയിലത്തെ ബോക്സിന്റെ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റൂല. നീ അത് വിട്. ഞാനല്ല നവന്മാരാ വിട്ടെ. ചേട്ടൻ പൈലറ്റിന്റെ റൂമിൽ കയറി എന്തോ അനാവശ്യമായിട്ട് എന്തോ വിഷയം കാണിച്ചു. അത് ഞങ്ങൾ അറിഞ്ഞു. എന്നാര് പറഞ്ഞു? നമ്മളത് ന്യൂസിൽ കണ്ടു. ന്യൂസിൽ കാണുന്ന എല്ലാം സത്യമാണോ? ന്യൂസിൽ കാണുന്ന എല്ലാം നമ്മൾ വിശ്വസിക്കണമല്ലോ. ഇയാടെ അച്ഛനെ ന്യൂസിൽ കണ്ടിട്ടാണോ സ്വന്തം അച്ഛനെന്ന് വിശ്വസിക്കണം? ചേട്ടാ, എനിക്ക് ചേട്ടനോട് സംസാരിക്കാൻ ചെറിയൊരു പേടിയുണ്ട്. മക്കൾക്ക് പേടിയാടി, ചെല്ലക്കുട്ടിക്ക് പേടിയാടി. കളിപ്പാട്ടം വേണോടി, തുഞ്ചരി എടുക്കണാടി. ചേട്ടാ അവിടെ ഇരുന്നോ. മനുഷ്യനായിപ്പോ ഇല്ല, കൊരങ്ങെന്നെങ്കിലും വിളിക്കായിരുന്നു. ചേട്ടൻ പ്ലെയിനിൽ കയറി എന്തോ ഒരു വിഷയം ഉണ്ടാക്കിയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. എന്താണത്? അത് പിന്നെ എന്റെ അടുത്തിരുന്ന ആൾക്ക് ചെറിയൊരു നെഞ്ചുവേന വന്നപ്പോ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട നമ്മുടെ കടമയാണ്. അതെ അതെ അതെ. ഒരുത്തനും മൈൻഡ് ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് താഴോട്ട് നോക്കിയപ്പോ ആരൂര് ഹോസ്പിറ്റലുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഫ്രണ്ട് ഓർന്നിട്ട് യവനെ അങ്ങ് തള്ളി.